മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2024 കേന്ദ്ര ബജറ്റിൽ നികുതി വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇടത്തരക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദായ നികുതി പരിധി 10 ലക്ഷമാക്കി ഉയർത്തും എന്നാണ് പ്രതീക്ഷ. ബജറ്റിന് മുന്നോടിയായി ഇന്നലെ നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞതായാണ് റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നത്. 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ബിസിനസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനു, 2025 ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും ബജറ്റിൽ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ്. ധനമന്ത്രി ഇപ്പോൾ സൗത്ത് ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞു. നിർമ്മല സീതാരാമന്റെ ബജറ്റ് വലിയ പ്രതീക്ഷകളാണ് ഇത്തവണ മധ്യ വിഭാഗത്തിന് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് നൽകുന്നത് എന്ന നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. മിഡിൽ ക്ലാസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇടത്തരക്കാരെ തൃപ്തിപ്പെടുത്തുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് ഈ ആദായ നികുതിയുടെ പരിധി ഉയർത്തുക എന്നത് തന്നെയാണ്. ചുരുങ്ങിയത് ഒരു 10 ലക്ഷത്തിലേക്ക് ഇത് ഉയർത്തണമെന്ന ശക്തമായ ആവശ്യം സാമ്പത്തിക കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അത് ഈ ബഡ്ജറ്റ് എത്ര കണ്ട് പരിഗണിക്കും എന്ന വലിയ ചോദ്യം ഉയർന്നിട്ടുണ്ട്. അതിൽ വലിയ പ്രതീക്ഷയും രാജ്യം വെച്ചു പുലർത്തുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെ ഈ ബജറ്റ് പരിഗണിക്കും എന്നതാണ് മറ്റൊരു സുപ്രധാന വിഷയം. ഇതിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലാ നിരക്കിനെക്കുറിച്ച് ഒരു വശത്ത് പ്രതിപാദിക്കുമ്പോൾ EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്ന അവരുടെ എണ്ണം പ്രതിമാസം നല്ല തോതിൽ വർദ്ധിക്കുന്നുണ്ട് എന്നത് കേന്ദ്ര സർക്കാർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫോർമൽ സെക്ടറിലേക്ക് നിരവധി ആളുകൾ ജോലി അന്വേഷിച്ചെത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കുന്നു എന്നത് ഒരു വശത്തിരിക്കുമ്പോഴും മറ്റ് ഒരു വശത്ത് തൊഴിലില്ലായ്മ ശക്തമായി ഉയരുന്നു എന്ന് കണക്കുകളും പുറത്തു വരികയാണ്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും, അതിന് എന്തൊക്കെ പുതിയ നൂതന ആശയങ്ങൾ ബജറ്റിലുണ്ടാകും എന്ന തുടങ്ങിയ വിഷയങ്ങൾ അവിടെ വരുന്നു. അതിൽ ഒരു ഘടകമായി വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളുടെ വർധനയായിരിക്കും. അങ്ങനെ വലിയ തോതിലുള്ള നിക്ഷേപം നിർമ്മാണ മേഖലയിലും മറ്റിടങ്ങളിലും സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്ന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് റെയിൽവേയോ അതിൽ മനു, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പലതവണ മിഡിൽ ക്ലാസ് എന്ന് ആവർത്തിച്ച് പറയുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുമ്പോഴും ഇടത്തരക്കാർക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാഭാവികമായും ഒരു ബജറ്റ് തയ്യാറാക്കപ്പെടുമ്പോൾ നമുക്കറിയാം അതിൽ ഏതൊക്കെ തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കും, കേന്ദ്ര സർക്കാർ എത്രത്തോളം കൂടിയാലോചന നടത്തും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്ന് വേണമോ അനുമാനിക്കാൻ? BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, BJPയുടെ വലിയ സ്റ്റേബിൾ വോട്ട് ബേസ് ആയിരുന്നത് മിഡിൽ ക്ലാസും അതുപോലെ മിഡിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടത്തട്ടുകാരായ ബിസിനസ് ക്ലാസ്സുമാണ് എന്ന കാര്യം അവർക്ക് എല്ലാ ഘട്ടത്തിലും അവർക്ക് വ്യക്തമായിട്ടുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നത് രാഷ്ട്രീയപരമായി തന്നെ NDA സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. വരാനിരിക്കുന്ന കാലങ്ങളിൽ അവർക്ക് കൂടുതൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു സർക്കാർ എന്ന പ്രതിച്ഛായ എടുക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വരാനിരിക്കുന്ന ഡൽഹി പോലുള്ള തെരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായ ഒരു ബാക്കപ്പ് മിഡിൽ ക്ലാസ്സിന് നൽകുക എന്നത് ഈ ബജറ്റിൻ്റെ ഒരു പിവറ്റൽ ഫോക്കസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യം മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം, അത്
വളർച്ച ഇപ്പം നമ്മളൊരു 5 ട്രില്യൺ എക്കോണമിയായി മാറുകയാണ് എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ കുറെ കൂടി ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ രാജ്യത്തിന് കഴിയണം. നേരത്തെ നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ 7% ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 7.7% ഗ്രോത്ത് റേറ്റ് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഈ ബജറ്റിനകത്ത് ഉണ്ടാകണം എന്നത് വളരെ സുപ്രധാനമാണ്. അപ്പോൾ അതിനെന്ത് സംവിധാനം, വളർച്ചാ നിരക്ക് കൂടിയ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ എന്ത് സംവിധാനം ബജറ്റിൽ ഉണ്ടാകണം എന്നതൊരു വശത്ത്. അതിൽ പ്രധാനമായൊരു ഘടകം സ്ട്രക്ചറൽ റിഫോംസ് ആണ്. അപ്പോൾ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഈ ഇടക്കാലത്തൊക്കെ നടന്നിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടുക, അതുപോലെ ഗവൺമെൻറ് ബിസിനസ്സിൽ നിന്ന് പരമാവധി പിൻവാങ്ങുക, പകരം അതിലേക്ക് സ്വകാര്യ താല്പര്യങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. ഗവൺമെൻറ് എല്ലാ കാലത്തും ഒരു ബാഡ് മാനേജറാണ്, നല്ല രീതിയിൽ അവർക്ക് എപ്പോഴും ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കഴിഞ്ഞ കാല ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ സ്വകാര്യ പങ്കാളിത്തത്തെ ആകർഷിക്കുക എന്നൊരു നിലപാടാണ് പിന്നീടുള്ള സർക്കാരുകൾ കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സംരംഭകർ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കുക, നികുതി ഘടന കൂടുതൽ ലളിതമാക്കുക, അതുപോലെ മറ്റ് നിയന്ത്രണങ്ങൾ ഒക്കെ മാറ്റിക്കൊടുക്കുക, ബിസിനസ് ചെയ്യാനായി അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാനായി ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുകയും സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റാളുകൾക്ക് അതിന് മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ എടുത്തു മാറ്റി കൊടുക്കുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ ഈ സാമ്പത്തികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാകും, അങ്ങനെ എക്കോണമിയിൽ എന്തൊക്കെ സ്ട്രക്ചറൽ റിഫോംസ് വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്താഗതി ഈ ബജറ്റിൽ ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായി കർഷകരുടെ ഒരു വലിയ പ്രതിഷേധം രാജ്യത്ത് തലയടിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ തീർച്ചയായും മനു, ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ, സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴടക്കം കേന്ദ്രം അവകാശപ്പെടുന്നത് കാർഷിക മേഖല വളർച്ചയുടെ പാതയിൽ ആണ് എന്നാണ്. പക്ഷേ അത് കൗതുകകരമാണ്. കാരണം അത്രമേൽ വളർച്ചയുടെ പാതയിൽ എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ആ വളർച്ച 4% താഴെയാണ്. അതിനെ അത്രമേൽ ഉയർത്തിക്കാണിക്കേണ്ട ഒന്നായി നമുക്ക് സൂചിപ്പിക്കാനാവില്ല. പക്ഷേ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, വളർച്ച, അത് ഒരു പരിധിവരെയെങ്കിലും ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക ഭദ്രതയ്ക്ക് ആണിക്കല്ലായി മാറി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ കൂടുതൽ കാർഷിക ക്ഷേമ പദ്ധതികൾ അടക്കം ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ക്ഷേമ പദ്ധതികൾക്ക് ഒരു പിന്തുണ നൽകിയില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കണക്കുകൂട്ടൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ക്ഷേമ പദ്ധതികൾ ഉണ്ടാകും. പക്ഷേ കാർഷിക മേഖല നമുക്കറിയാം, അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലാണ് എന്നത് ഒരു വശത്തിരിക്കുമ്പോഴും അത് GDP-യിലേക്ക് വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, വലിയൊരു വിഭാഗം ആളുകളെ എംപ്ലോയ് ചെയ്യുമ്പോൾ അത്ര കണ്ടുള്ള ഒരു റിസൾട്ട് കാർഷിക മേഖലയിൽ നിന്ന് ഇല്ല. ഏതായാലും ഇപ്പോൾ നമ്മുടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു, കയറ്റുമതി വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും കാർഷിക മേഖലയെ എങ്ങനെ കൂടുതൽ കരുത്താർജിക്കാം, അല്ലെങ്കിൽ കർഷകരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഈ ബജറ്റിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായി കർഷക ആത്മഹത്യകൾ പെരുകുന്നു എന്ന പരാതി പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്ന് വരും. അപ്പോൾ കർഷകരെ ആത്മഹത്യാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം കുറെ കൂടി മെച്ചപ്പെട്ട വിലക്ക് വിൽക്കാനും അതിൽ നിന്ന് ആദായം ലഭിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുക, അതിന് എന്തൊക്കെ ബഡ്ജറ്റിൽ ഉണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശം കൂടി നമ്മൾ നോക്കുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, വില നിയന്ത്രണം ഉറപ്പാക്കാൻ, അതിലൊക്കെ ഈ ബജറ്റ് എന്ത് സഹായങ്ങൾ നൽകും? അതൊരു മറ്റൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു വിലക്കയറ്റവും പണപ്പെരുപ്പവും രാജ്യത്തിൻ്റെ ഒരു മധ്യ വിഭാഗത്തിൽപ്പെട്ടുന്ന അല്ലെങ്കിൽ ഇടത്തട്ടുകാരെ ശക്തമായി ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അവരുടെ റവന്യൂ അല്ലെങ്കിൽ സാലറി അത് മാറുന്നില്ല. പക്ഷേ പണപ്പെരുപ്പം വരികയോ വിലക്കയറ്റം വരികയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രതയെ അത് താളം തെറ്റിക്കുന്നു. ആ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിക്കുന്നത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ചിന്താഗതിയെ ബാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ വിഷയമായി പരിഗണിച്ചുകൊണ്ട് ബജറ്റ് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടത്തരക്കാരന്റെ വാങ്ങൽ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പൊതു നിരീക്ഷണമുണ്ട്. ഇടത്തരക്കാർക്ക് എങ്ങനെയാണ് വിപണിയിലേക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ സാധിക്കുക, അതിനെന്തൊക്കെ മാർഗങ്ങൾ എന്ന് തന്നെയാണ് ബജറ്റ് ഉറ്റുനോക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ